ഹലോ എവരി വൺ, വെൽക്കം ടു മദീസ് കിച്ചൺ ബൈ ആര്യ. ഇന്നത്തെ റെസിപ്പി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റാഗി റെസിപ്പിയാണ്. വെയ്റ്റ് ലോസ് എടുക്കുന്നവർക്കും ഷുഗർ പേഷ്യൻസിനുമൊക്കെ ഒരുപോലെ കഴിക്കാവുന്ന ഒരു റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയോ ഡിന്നറായോ നമുക്ക് ഈ റെസിപ്പി ഉപയോഗിക്കാവുന്നതാണ്. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിയായി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി ഞാൻ ഒരു ബൗളിലേക്ക് 2 ടേബിൾ സ്പൂൺ റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. ഷോപ്പുകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും റാഗി പൗഡർ. ഈ റാഗി പൗഡറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കട്ടയില്ലാതെ ഇളക്കിയെടുക്കണം. കട്ട കെട്ടാതെ ഇളക്കിയെടുക്കാം. ഈ മിക്സ് നമുക്ക് കുക്ക് ചെയ്തെടുക്കുവാനുള്ളതാണ്, അതുകൊണ്ടാണ് കട്ടയില്ലാതെ ഇളക്കിയെടുക്കുന്നത്. കട്ടയില്ലാതെ ഈ മിക്സ് ഇളക്കിയെടുത്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്യാം. അതിനായി ഞാനിവിടെ ഒരു സോസ് പാനിലേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ 1.5 കപ്പ് വെള്ളത്തിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന റാഗി പൊടി ഇട്ട് കൊടുക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഇത് നന്നായി ഇളക്കി കൊടുക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഈ മിക്സ് റെഡിയായി വരും. കട്ട കെട്ടാതെ നല്ലപോലെ ഇളക്കിയെടുക്കാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു സ്മൂത്തിയാണിത്. നമ്മൾ കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് കുറുക്കിയെടുക്കാം. ഷുഗർ പേഷ്യൻസിനും വെയ്റ്റ് ലോസ് ചെയ്യുന്നവർക്കുമൊക്കെ പറ്റിയ ഒരു റെസിപ്പിയാണിത്. റാഗി ഡെയിലി നമ്മളുടെ ആഹാരക്രമത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതാണ്. ആരോഗ്യത്തിന് വളരെ നല്ലതായിട്ടുള്ള ഒരു റെസിപ്പിയാണിത്. ഇത് നല്ലപോലെ കുറുകിക്കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്ത് ഇത് തണുക്കാനായി മാറ്റി വയ്ക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുക്കുക. ഈ മിക്സ് തണുത്തതിന് ശേഷം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ട് മാറ്റാം. ഇനി ഇതിൽ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടതുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു 6 ഡേറ്റ്സ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. സോഫ്റ്റായിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ നേരെ ഇട്ട് കൊടുത്താൽ മതി. കൂടെ ഒരു 5 കാഷ്യൂനട്ടും 5 ബദാം കൂടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള നട്ട്സൊക്കെ ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് നല്ലതുപോലെ അടിച്ചെടുക്കാം. ഈ മിക്സ് നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞു. ഇനി ഇതിലോട്ട് ഞാൻ ഒരു 1/2 കപ്പ് പാലാണ് ചേർക്കുന്നത്. പാല് ഉപയോഗിക്കാത്തവർക്ക് വെള്ളമോ ആൽമണ്ട് മിൽക്കോ ചേർക്കാവുന്നതാണ്. പാല് ചേർത്ത ശേഷം ഒന്നുകൂടി ഇതൊന്ന് അടിച്ചെടുക്കാം. നമ്മുടെ അടിച്ചെടുത്ത മിക്സ് ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള ഡ്രൈ ഫ്രൂട്ട്സോ നട്ട്സോ
സീഡ്സോ ഒക്കെ ചേർത്ത് ഇത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ പംകിൻ സീഡും സൺഫ്ലവർ സീഡും കുറച്ച് റൈസൻസും ചേർത്ത് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കും പ്രായമായവർക്കുമൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്മൂത്തിയാണ്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.